നിഷ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 15ാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് ബേബി ഉണ്ടാവുന്നത്. 15ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കോൺട്രാക്ഷൻസ് ഒക്കെ ആയിട്ടും മാഗ്നീഷ്യംസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ ആഘോഷിച്ചത്. അപ്പോൾ അതാണ് ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. ലാസ്റ്റാണ് ബേബി ഉണ്ടായത്. അപ്പോൾ കുട്ടി ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ക്രാഫ്റ്റിൽ വന്നിട്ട് 3ാമത്തെ വർഷമാണ് ബേബി ഉണ്ടാവുന്നത് കേട്ടോ. 3 വർഷം ഫസ്റ്റ് വന്നപ്പോൾ തന്നെ പോസിറ്റീവ് ആയിരുന്നു. ഞങ്ങൾ അരവിന്ദ് സാറിനെയാണ് കണ്ടത്. അപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ അത് ബയോകെമിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ചെയ്തു, അതും പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ അതും ബയോകെമിക്കൽ. തേർഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എംബ്രിയോ ഞങ്ങളുടെ Day 6 എംബ്രിയോയിലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ട്രാൻസ്ഫറിന് നമ്മുടെ എംബ്രിയോളജിസ്റ്റ് നമ്മളോട് ചോദിച്ചതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ Day 6 കൂടെ അത് ചെയ്യാം, കൂടെ ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടതെന്ന് ചോദിച്ചു. പക്ഷെ അപ്പോൾ ഞങ്ങളാണ് തീരുമാനിച്ചത് അത് ഫൈനലായിട്ട് ഇരിക്കട്ടെ, ഒരു ഗുഡ് എംബ്രിയോ ആണ്, ലാസ്റ്റ് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ റീമ മാഡം കൂടി എന്നോട് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ 2 എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് 3ാമത്തെയും കൂടെ ചെയ്ത് 3 എണ്ണം പോസിറ്റീവായി, നിന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരെണ്ണം തന്നെ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പം 3 എണ്ണം അയാളുടെ സ്ഥിതി എന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് അലീഷ മാഡമാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും ദൈവം കൂടെ എന്ന് പറഞ്ഞ പോലെ ആ Day 6 വരെ വളർന്ന എംബ്രിയോ അതിജീവിക്കുന്നു പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിലുമാണ് എൻ്റെ മോന് എന്നോടൊപ്പം സഫർ ചെയ്തുകൊണ്ടിരുന്ന 9 മാസം എന്ന് ഞാൻ പറയുന്നില്ല, 9ാമത്തെ മാസം നമുക്ക് കുട്ടി ഉണ്ടായല്ലോ നേരത്തെ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് ക്രാഫ്റ്റിൽ നിന്ന് കിട്ടിയത്. ഇത് ഞങ്ങളുടെ 2ാമത്തെ IVF ആയിരുന്നു. ഫസ്റ്റ് IVF സഭയിൽ ചെയ്തിട്ട് ഫെയിലിയർ ആയിട്ടാണ് വന്നത്. അങ്ങനെ പ്രതീക്ഷ ഒന്നുമില്ലാണ്ട് വെറുതെ ജസ്റ്റ് ട്രയൽ എന്ന രീതിയിൽ വന്ന് ചെയ്തു, സക്സസ് ആയി. താങ്ക് യു ഫോർ എവരി വൺ. പിന്നെ ഞങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ലേബർ റൂമിലെ സ്റ്റാഫിന് ഞാൻ പ്രത്യേകം പറയുന്നു, ഇക്സി ലാബിലെ സ്റ്റാഫ് എല്ലാവരും പറയുന്നത്. കാരണം ലാസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത അന്ന് എനിക്ക് തലവേദന പിടിച്ച് ഛർദ്ദിച്ച് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് പോസിറ്റീവ് ആണ്. അതുമാത്രം ഞാൻ ഛർദ്ദിച്ചു. അപ്പോൾ അവർ വന്ന് സപ്പോർട്ട് ചെയ്ത് ഇത് പിന്നെ അങ്ങോട്ട് ത്രൂ ഔട്ട് എല്ലാം. കാരണം നമ്മൾ ഓരോ ജേർണിയിലും ഞങ്ങൾ 2 പേരും മാത്രമാണ് വന്നിരുന്നത്. സഹായിക്കാൻ ആരുമില്ലാതെ നമ്മൾ ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ട് 5 ദിവസം NICയിലായിരുന്നു ബേബി. 5ാമത്തെ ദിവസം നമുക്ക് ബേബീനെ കൈ കിട്ടിയപ്പോൾ അന്ന് മുതൽ ഇതുവരെയുള്ള ജേർണിയിൽ ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കാണ് ഞങ്ങൾ ഇതുവരെ മാനേജ് ചെയ്തത്. അതുകൂടെ ഞാൻ പറയാണ്. അപ്പോൾ എല്ലാവർക്കും വിചാരിച്ചു കഴിഞ്ഞാൽ IVF ഒക്കെ ഒറ്റയ്ക്കും വേണമെങ്കിൽ ചെയ്യാം.